അപ്പൊ ഇത് തന്നെ നിക്ക. ഹലോ, കീഴിറങ്ങ് തമ്പി. ഇതെപ്പോഴും ഉണ്ട്. അപ്പോൾ ഇന്ന് കൊടായി സെക്കൻഡ് ഡേ. അപ്പോൾ എന്താ ഒരു 10 മണിയായപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും റെഡിയായി. 10 മണിക്കാണ് നമുക്ക് ചെക്കൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് കഴിക്കായിരുന്നു. നമുക്ക് ഇഡ്ഡലിയും പരിപ്പ് കറിയും ചട്നിയായിരുന്നു. നല്ല ഇഡ്ഡലി, നല്ല പരിപ്പ് കറി, നല്ല ചട്നിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം കഴിക്കണമെന്നൊക്കെ വിചാരിച്ച് ചാടയൊക്കെ എടുത്തിരുന്നു. പക്ഷെ നല്ല പൊളി സാധനമായിരുന്നു. ഞാൻ ആദ്യമായിട്ടുണ്ട് പരിപ്പ് കറി കൂട്ടുന്ന ഇഡ്ഡലിക്ക്. പക്ഷെ സംഭവം നല്ല സെറ്റായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കുഴച്ചവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ ഇറങ്ങി ഓരോ വ്യൂ പോയിന്റുകൾ. അവിടെ എല്ലാം കുറേ വ്യൂ പോയിന്റുകളാണ്. നല്ല രസമാണ്. ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്, കെട്ടിടങ്ങളിങ്ങനെ അടിങ്ങടിങ്ങനെ നല്ല രസമില്ലേ. അങ്ങനെ പിന്നെ അതൊക്കെ അവിടെ നിന്ന് കാഴ്ചയൊക്കെ ഉണ്ട്. പിന്നെ എവിടെ നോക്കിയാലും അവിടെ ക്യാരറ്റും ഉള്ളിയാണല്ലോ, ഉള്ളിയല്ല വെളുത്തുള്ളി. അവിടുത്തെ വെളുത്തുള്ളിക്ക് ഒരു ബ്രൗൺ കളറാണ്. നമ്മളിവിടെ വരുമ്പോൾ വെളുത്തുള്ളി എന്താ ഇങ്ങനെ വെളുത്തിരിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ സംശയമുണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്കറിയാവോ? പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ചൊരു 100 രൂപയ്ക്കുള്ള വെളുത്തുള്ളി നമ്മളവിടെ നിന്ന് വാങ്ങി കേട്ടോ. അങ്ങനെ വെളുത്തുള്ളിയൊക്കെ വാങ്ങി പിന്നെ നമ്മൾ ദാഹം മാറ്റാൻ നേരെ പോയി ഒരു ചായ കുടിച്ചു. ഞാൻ പറഞ്ഞല്ലോ അവിടെ ദാഹം മാറ്റാനിലേക്ക് പോയിട്ട് നമുക്ക് ചായയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. ഇങ്ങനെ മൈതാനം പോലെ പച്ചപ്പ് ഇങ്ങനെ വിരിച്ചിങ്ങനെ കിടക്കുകയായിരുന്നു. നമ്മൾ അതേ കൂടെ ഉരുണ്ട് നടന്നു, ഓടി നടന്ന് കുറേ ഫോട്ടോ എടുത്തു. കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. നല്ല ചൂടുന്ന്, നല്ല തണുപ്പുമല്ല എന്നാൽ ഭയങ്കര ചൂടുമല്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കങ്ങനെ ഭയങ്കര കോടൊന്നും കിട്ടില്ല. പക്ഷേ വൈകിട്ടായപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളവിടെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് പിന്നെ അവിടെ നിന്ന് പിന്നെ നേരെ ഇറങ്ങി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. നമ്മുടെ കൂക്കൽ ലേക്ക് വ്യൂവിലേക്ക്. വലിയ വ്യൂ ഒന്നും അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സംഭവം എന്തായാലും ഭംഗി ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു ചേട്ടൻ അവിടെ എപ്പോഴോ ഏതൊരു വ്യൂ ഉണ്ട്, അവിടെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മുടെ സമയപരിമിതി മൂലം നമ്മൾ ആ കണ്ട കാഴ്ചയൊക്കെ ഒതുക്കി പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചത്തെ ഫുഡ്. അപ്പോൾ ഉച്ചത്തെ ഫുഡ് നമുക്കൊരു മലയാളി റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫുഡ് എന്തായാലും കുഴപ്പമുണ്ടായിരുന്നു. നമ്മൾ പച്ചരിച്ചോറായിരുന്നു, ആ ഒരു കുഴപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഫുഡ് കഴിച്ചത് എല്ലായിടത്തും നല്ല നല്ല ഫുഡായിരുന്നു. ഒന്നും ഒരിടത്തും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ പോകുമെന്ന് പറയുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു, ഫുഡ് അവിടെ നിന്ന് ഇവിടുന്ന് വരും കഴിച്ച് ഫുഡ് പോയിസൺ അടിക്കരുത്. കാരണം അമ്മ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് ഇങ്ങനെ അവരിങ്ങനെ കൊടൈക്കനാലിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് കുറേ പേർക്ക് ഇങ്ങനെ ഫുഡ് പോയിസൺ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭയങ്കരമായിട്ട് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്ത് തന്നെയാണ് തിരിച്ചെത്തിയത്. അത് ഇവിടെ നമ്മൾ നേരെ പോയതായി ചെമ്മരിയാടിൻ്റെ ഫാമിലാണ് കേട്ടോ. ഇവിടെ രാവിലെ ഇതിനെ മേയ്ക്കാൻ കൊണ്ടുപോകും, വൈകിട്ടാകുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് കേട്ടോ. ഇങ്ങനെ ഓരോരോ ബാച്ചുകളായിട്ട് കൊണ്ടുവരുന്നത് നല്ല രസമില്ല. ഇങ്ങനെ ഉരുണ്ട് പോണ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരെണ്ണത്തിനെ പിടിക്കാനൊക്കെ തോന്നി. പക്ഷേ നടക്കില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ ഒരു പുള്ളി ഉണ്ടല്ലോ, അതാ ഈ പുള്ളി വെറുതെ ഇതിനിങ്ങനെ അടിക്കുന്നത് കണ്ടത്. അത് നല്ല കുട്ടികളായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ അതിനെ വെറുതെ അടിക്കുന്നുണ്ട്. എന്തിനാണ് അടിക്കുന്നത് എനിക്കും മനസ്സിലായില്ല. അത് കണ്ടപ്പോൾ ആ വടി മേടിച്ചിട്ട് അവരെണ്ണം കൊടുത്തത് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പോയത് പൂണ്ടിയാട്ടോ. അങ്ങനെ പൂണ്ടിയും പോയി കണ്ട് പിന്നെ നമ്മൾ പയ്യെ ഒത്തിരി ലേറ്റ് ആവാണ്ട് നമ്മൾ ഇറങ്ങി. കാരണം നമുക്ക് ഇവിടെ എത്തണമല്ലോ. ലാസ്റ്റ് പിന്നെ നമ്മളൊരു ഇടുക്കി സ്പെഷ്യൽ ഒരു കട കണ്ടു. അതൊരു മലയാളി കടയാണ്. അവിടെ നിന്ന് കയറി ചായയും കുടിച്ചിട്ടാണ് എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചെത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കൊടൈക്കനാൽ വിശേഷം. അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് എങ്ങോട്ടെങ്കിലും പോകണം ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കാരണം എല്ലാവരും നല്ല ഹാപ്പി, നമ്മളൊരു മൈൻഡൊക്കെ മാറി നമുക്കൊരു ഹാപ്പി ആയിട്ട് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നു എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ.